വിവാഹം നടക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ പൂർണ്ണമായ അനുവാദം വേണം. അവർക്ക് രണ്ടുപേർക്കും സമ്മതമില്ലാതെ ഒരു വിവാഹം നിങ്ങൾ നടത്തരുത്. രക്ഷിതാക്കളോട് ഞാൻ വളരെ ഗൗരവത്തോടെ പറയാം. പരാജയപ്പെട്ടു പോയ പല ദാമ്പത്യങ്ങളുടെയും കാരണം അതാണ്. ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ഛർദിച്ച് അവശയായി. അപ്പോ ഹോസ്റ്റലിലെ വാർഡൻ അവരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ ഡോക്ടർ കുറച്ച് സമയമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എന്തോ മോൾക്കൊരു വലിയ ടെൻഷൻ ഉണ്ടല്ലോ എന്നാണ്. അങ്ങനെ ടെൻഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് പോയിട്ട് തൽക്കാലം നിനക്ക് മരുന്നൊന്നും വേണ്ട, നീ ഒരു കൗൺസിലിങ്ങിന് പോകുന്നു. ആ കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്നു എന്റെ അടുക്കലേക്ക്. ഞാനിരിക്കുന്ന റൂമിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഞാനിപ്പോ ഡോക്ടറെ കണ്ടുവരികയാണ്, ഒരു കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളെടുത്ത് വന്നാണ്. അപ്പൊ ഞാൻ തൊട്ടപ്പുറത്തുള്ള സോഫയിൽ ഇരുത്തിയിട്ട് ഞാൻ അവളോട് ചോദിച്ചു, ഇപ്പൊ എന്താ ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ വിവാഹ ചർച്ചകൾ നടക്കുകയാണ്, അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുത്തനെ വിവാഹം കഴിക്കണമെന്നാണ് പിതാവിന്റെ നിർബന്ധം. അപ്പൊ വാപ്പ ചോദിക്കണം, ഇത്ര കാലം ഞാൻ എന്നെ വളർത്തി കൊണ്ടുവന്നിട്ട് ഞാൻ ഒരാളെ നിനക്ക് കൊണ്ടുവന്നാൽ നിനക്കെന്താ സമ്മതിച്ചാൽ? അയാൾ മാത്രമല്ല ചോദിക്കുന്നത്. ഉമ്മ ചോദിക്കുന്ന, മോളെ വാപ്പയെ തൽക്കാലം നീ അനുസരിക്കണം. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അമ്മായിമാരും അമ്മാവന്മാരും ഒക്കെ പറയുന്നു, എന്താണ് അവന് കുറവ്? അവന് ജോലിയില്ലേ, അവന് ദീനില്ലേ, അവന് താടിയില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു, നിനക്കെന്താ പ്രശ്നം? എനിക്കിഷ്ടായില്ല അവന്. സുഹൃത്തുക്കളെ, ഇഷ്ടമാവാതെ വിവാഹങ്ങൾ നടത്തി ജീവിതകാലം മുഴുവനും നരകയാതി അനുഭവിച്ച ദാമ്പത്യങ്ങൾ നാട്ടിലുണ്ട്. അമ്മാവന്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചവർ, അയൽപക്കത്തുള്ള ഒരു നല്ല പെൺകുട്ടിയെ നേരത്തെ കണ്ടുവെച്ച് 2-ാം വയസ്സിലും 3-ാം വയസ്സിലും കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ചവർ. എത്ര ആളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോയത്. അത് അവകാശമാണ്, ഒരു പെൺകുട്ടിയുടെ അവകാശം. അവൾക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവൾ വിവാഹം കഴിക്കേണ്ടതുള്ളൂ. അത് ഇസ്ലാം അനുവദിച്ച അവകാശമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് പൂർണ്ണ സമ്മതമില്ലാതെ ഒരു വിവാഹത്തിന് നിങ്ങൾ നിർബന്ധിക്കരുത്. അതൊരു ജീവിതമാണ്. ഒരു വിവാഹം പരാജയപ്പെടുമ്പോൾ പരാജയപ്പെടുന്നതും തകരുന്നതും ഒരു ജീവിതമാണെന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം.